ഇന്ത്യൻ നേവിയിലേക്ക് +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്നുള്ള അപേക്ഷ ഇപ്പോൾ നിലവിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾക്കും അപേക്ഷിക്കാം, അതായത് +2 ഉള്ളവർക്കും അപേക്ഷിക്കാം. 10ൽ 50% മാർക്ക് മാത്രം മതി. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്, നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ കാര്യത്തിലേക്ക് +2 നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. SSR നോട്ടിഫിക്കേഷൻ അഗ്നിവീറാണ് 4 വർഷത്തേക്കുള്ള സീനിയർ സെക്കൻഡറി റിക്രൂട്ട് SSRൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ളത്. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. 01/2027, 02/2027 രണ്ട് ബാച്ചിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. +2ൽ മാത്സ് ഫിസിക്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ 50% മാർക്കോട് കൂടി +2 പാസ്സായിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്, മാത്സ് ഫിസിക്സോട് കൂടി. അതില്ലാത്തവർക്ക് പാസ്ഡ് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും. ഈ പറഞ്ഞിട്ടുള്ള ഫീൽഡിലായിരിക്കണം, അതായത് ഈ പർട്ടിക്കുലർ ട്രേഡുകളിലായിരിക്കണം അല്ലെങ്കിൽ മേഖലകളിലായിരിക്കണം നിങ്ങൾ പാസ്സായിരിക്കേണ്ടത്. അവിടെയും 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ രണ്ട് യോഗ്യതകൾ നിങ്ങൾക്ക് ഇല്ലാത്ത പക്ഷം 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. അവിടെയും ഫിസിക്സ് മാത്സ് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 50% മാർക്ക് മൊത്തത്തിൽ വേണം. അപ്പോൾ +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഫിസിക്സ് മാത്സോട് കൂടിയിട്ട് 50% മാർക്ക് വേണം. ഏജ് ലിമിറ്റ് വരുന്നത് ഫസ്റ്റ് ബാച്ചിന്, അതായത് 01/2027 ബാച്ചിനാകുമ്പോൾ 1 ഡിസംബർ 2004 31 മെയ് 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അതുപോലെ സെക്കൻഡ് ബാച്ച് ആകുമ്പോൾ 1 മെയ് 2005 31 ഒക്ടോബർ 2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ രണ്ട് ഏജ് ലിമിറ്റും കവർ ആകുന്നുണ്ടെങ്കിൽ 2 പോസ്റ്റിനും അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഇതാണ് സാലറീൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ഇയറിൽ 30,000 ഉണ്ടെങ്കിലും 21,000 മാത്രമേ നിങ്ങളുടെ കയ്യിൽ ലഭിക്കത്തുള്ളൂ. ബാക്കി ഗവൺമെൻറ് പിടിച്ചു വെക്കും. പിന്നെ ഗവൺമെൻറ് ഒരു ഫണ്ടും ആഡ് ചെയ്യും. അതൊക്കെ കൂടിയിട്ടാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഇറങ്ങി വരുമ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ പെർമനൻ്റ് ആവാം, ചില സാഹചര്യങ്ങളിൽ ഇറങ്ങി വരേണ്ടി വരും. 4 വർഷം കഴിഞ്ഞാൽ ഇത്ര ശതമാനം പേരെ ഫിക്സ്ഡ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ രൂപ, 10 ലക്ഷത്തിൻ്റെ അടുത്തുള്ള രൂപ ഇങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് അവസാനം ലഭിക്കുന്നത്. ഓരോ വർഷം ലഭിക്കുന്ന സാലറിയും അതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്ന സാലറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് പിടിച്ചു വെക്കുന്ന സാലറിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 14 മാർച്ച് 2026 മുതലാണ്. 6 ഏപ്രിൽ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കറപ്ഷൻ വിൻഡോ വരുന്നത് 10 മുതൽ 11 ഏപ്രിൽ 2026 വരെയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് മാറ്റാം. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ പ്രിലിംസിന് വേണ്ടി നമുക്ക് പറയാം. അത് നിങ്ങൾ ഒരു കടമ്പ കഴിഞ്ഞാൽ ബാക്കി 2 സ്റ്റേജ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വരുന്നത് മെയ് 2026 ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. സോ അതിൻ്റെ റിസൾട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂൺ 2026 അതിൻ്റെ റിസൾട്ടും വരുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് നടക്കുന്നത്, അതായത് ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് അത് വിജയിച്ചവർക്ക് ഫസ്റ്റ് 01/2027 അപേക്ഷിച്ചവരുടെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് അപേക്ഷിച്ചവരുടെയും ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഇൻടേക്കിലേക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 2ഉം നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഫൈനൽ കോളപ്പ് ലെറ്റർ വരുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 2 ബാച്ചിൻ്റെയും കൊടുത്തത് കാണാൻ സാധിക്കും. സ്റ്റേജ് 1ൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ആണ് ഉണ്ടാകുക. എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ 100 മാർക്കിൻ്റെ എക്സാം ആണ് ഉണ്ടാവുക. അതായത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ച് ലഭിക്കുന്നതായിട്ടായിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷിലായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഹിന്ദി അറിയുന്നവർക്ക് ഹിന്ദിയിൽ കൊടുക്കാം, ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് കൂടി ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 0.25, അതായത് 4 തെറ്റി 1 മാർക്ക് വെച്ച് പോകുമെന്നുള്ള രീതിയിലാണ്. 550 രൂപ ഇതിന് ഫീസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ GST കൂടി ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫിസിക്കലും സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ ഫിസിക്കലും റിട്ടേൺ എക്സാമിനേഷനും മെഡിക്കലും നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 1.6 കിലോമീറ്റർ ഓട്ടം 6.5 മിനിറ്റിൽ ആൺകുട്ടികൾ ഓടി തീർത്തണം, 8 മിനിറ്റിൽ പെൺകുട്ടികൾ ഓടി തീർത്തണം. പിന്നെ സ്കോട്ട്സ് 20-15 എന്ന് കാണാൻ സാധിക്കും. പുഷപ്പ് 15-10 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാറ്റ്നി സിറ്റപ്സ് 15-10 ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള കണക്കാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 പട്ടികയിൽ. പിന്നെ സെക്കൻഡ് സ്റ്റേജ് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. നേരത്തെ പറഞ്ഞ അതേ ഒരു മെത്തേഡിലുള്ള റിട്ടേൺ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. 100 ക്വസ്റ്റ്യൻ 1 മാർക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതേ പാറ്റേണിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും കൂടി ഉണ്ട്. നിങ്ങൾ റിട്ടേൺ ക്ലിയർ ചെയ്യുന്നവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ സെലക്ഷൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.